ഇതിന്റെ ഇത് കുറെ നേരമായിട്ട് തുടങ്ങിയതാണ്. നിങ്ങൾക്ക് കാരണം നമ്മൾ മിണ്ടാതിരിക്കുകയായിരുന്നു, നമ്മളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മിണ്ടാതിരിക്കുകയായിരുന്നു. ഇവനങ്ങ് ചീത്തവഴി തുടങ്ങിയായിരുന്നു. ഇവനങ്ങ് വന്നിരുന്നു എവിടെയോ പോയിട്ട് വന്നപ്പം പോലും എന്തോ ക്രിമിനലി എന്ന് തുടങ്ങി. അന്നേരം പോലെയാണ് നമ്മളെ ചീത്ത വിളിക്കുക. ഇവനെ എന്തോ ചെറുകൂട്ടത്ര ശശി എന്ന് പറയുന്നൊരു മാമനെയൊക്കെ വിളിക്കുക, ആരെ ഇങ്ങോട്ട് വിളിക്കുന്നത്. അയാളെ ഫോൺ നമ്പർ പോലും നമുക്കറിയത്തില്ല. അയാൾ ഞങ്ങളെ വിളിക്കുന്നത്, ഞങ്ങൾ അയാളെ വിളിക്കുന്നത് ഭയങ്കര രോഗങ്ങളായിരുന്നു. ഇവന് ഭയങ്കര അസുഖങ്ങളായിട്ട് മാറിയിരിക്കുക. ഇവന് ഭയങ്കര അസുഖമായിരുന്നു. ഇത് ഭയങ്കര സംശയരോഗമായിട്ട് മാറിയിരിക്കുക. ഇത് ഭയങ്കര രോഗമായിരുന്നു. ഇത് ഭയങ്കര രോഗമാണ്. ഇവന് രാവിലെ എണീറ്റാൽ ഇവൻ കാർഷെറ്റിനകത്ത് ടി വി ഓണായിരിക്കും. ഇവന്റെ കാർഷെറ്റിനകത്തോട്ട് എല്ലാം ഞാൻ കാണിച്ചില്ല. അതിനകത്തോട്ട് ഇറങ്ങി ഇരുന്ന് റേഞ്ച് പിടിക്കുക, നമ്മുടെ നെറ്റ് ഉപയോഗിച്ച് ഏതാണ്ടെല്ലാം ചെയ്യുക. എന്നിട്ട് ഈ ലേസർ നമ്മുടെ നെറ്റിനകത്തോടെ ലേസർ അടിക്കുന്നത്, നമ്മുടെ മുഖത്തോടെല്ലാം ലേസർ അടിക്കുക. ഭയങ്കര രോഗമായിട്ട് മാറിയിരിക്കുകയാണ്. ഇവനങ്ങ് ക്രിമിനലി ഭയങ്കര ക്രിമിനലി ആയിരുന്നു. ഇവനൊരു എന്താ മുഖത്തൊരു മാസ്ക് ഒക്കെ വെച്ച് ഇവൻ എപ്പോഴും പോകുന്നത് ഇങ്ങനെ ആൾമാറാട്ടം നടത്താം. നമ്മുടെ വീട്ടിലോട്ട് ആണുങ്ങൾ വരുന്നത് ഇവൻ പറയുകയാണ്. ഇന്ന് ആരാണ്ട് വരുന്നത് ഇവൻ പിടിക്കാൻ പറ. എടാ പിടിച്ചിട്ട് നീ കൊണ്ടുപോയി ഞങ്ങളൊന്ന് കാണണ്ടവൻ ഏതാണെന്ന് വെച്ചാൽ ഞങ്ങൾ ട്രീറ്റ്മെന്റ് കൊടുക്കാം. ഏതാണ് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന എന്റെ മുക്കുമിനെ ഞാൻ ഇവിടെ നാട്ടുകാരെല്ലാം കണ്ടിട്ടുണ്ട്. ഇവിടെ വരുന്ന നാട്ടുകാർ ഫുള്ള് കണ്ടതാ. ഇവിടുത്തെ നാട്ടുകാർക്കെല്ലാം അറിയാം. ഹിന്ദിക്കാരനാണ്, രാജസ്ഥാനിയാണ്, ഡൽഹിയിലാണ് താമസിക്കുന്നത്, വക്കീലാണ്. ഈ നാട്ടുകാരെല്ലാം കണ്ടതാ. ഞങ്ങൾ പോകുന്നതും വരുന്നതും എല്ലാം ഞങ്ങൾ കണ്ടതാ. ഈ നാട്ടുകാരെല്ലാം ഇവരെ കണ്ട ഇവന്റെ രോഗം ഭയങ്കര. ഇവന്റെ ബന്ധുവീട്ടുകളിലെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരു തെറ്റുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ലുവളകരയ്ക്ക് അടുത്ത് എന്റെ ഒരു ഈ പെണ്ണുമ്പിള്ളയുടെ ഈ തൽപ്പകവല്ലി എന്ന് പറയുന്ന ഒരു ചേട്ടത്തി പൊന്മനയും കണ്ടുള്ളവരാണ് തോന്നുന്നു. അവരുടെ മോളും ഒരു കൃഷ്ണാബസ് എന്ന് പറയുന്ന ഒരു ബസ് ഇതുവഴി ഓടുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു കണ്ടക്ടർ ഉണ്ടായിരുന്നു. അതിന് ആ കൃഷ്ണാബസിന്റെ ആരാണ്ട് തന്നെയാണ്. ആ കണ്ടക്ടർ അവരെ കെട്ടി. കൃഷ്ണാബസ് കണ്ടക്ടറായിട്ടായിരുന്നു ഞാൻ പോകുന്നത്. പക്ഷെ അവന്റെ ബസ്സും അങ്ങനെ കേരളൊക്കെ ആയിരുന്നു. എന്നിട്ട് കണ്ടക്ടറായിട്ടൊക്കെ കെട്ടി അവളെല്ലാം ഇതുപോലെ ബന്ധം ഒഴിഞ്ഞെല്ലാം റെഡിയാക്കി അവളും അവന്റെ മക്കളും കൂടെ ആയിരുന്നു താമസിക്കുന്നത്. മോളോ ഒക്കെ ആ പിള്ളേരെ എന്നിട്ട് ബീഫാമോ അങ്ങനെയൊക്കെ പഠിച്ച് വലിയ പിള്ളേരായി അങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പെണ്ണുപിള്ളെ കൊന്ന് കായലിൽ തള്ളി. ആ പിള്ളേർ പഠിക്കാനെല്ലാം ആയപ്പം അവർക്ക് മരിക്കേണ്ട കാര്യങ്ങളും ഒന്നുമില്ല. അവർ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട് അവർ കായമ്പത്ത് ഫിനാൻസിലോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് അവർ ജീവിക്കുന്നത്. ആ പെണ്ണുപിള്ളെ ഇതുപോലെ കൊന്ന് കായലിൽ തട്ടി. എന്നിട്ട് ഇവരെങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ചെരുപ്പ് രണ്ടും ഇങ്ങനെ വെക്കും. വലിയൊരു സുനാമി പാലം വന്നിട്ടുണ്ട് അപ്പുറത്തോട്ട് പോകാനായിട്ട്. ആ പാലമാണ് പുതിയൊരു പാലമാണ്. എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുല്ലുവളകര നേരെ വഴിയാട്ട് പോകണം. നേരെ അക്കരയ്ക്ക് പോകുന്ന പാലമുണ്ട്. ഇപ്പം സുനാമി വന്നതിന് ശേഷമാണ് ആ പാലം പണിഞ്ഞത്. ആ പാലത്തിന്റെ അവിടെ ചെരുപ്പ് വെച്ചിട്ട് ഈ പെണ്ണുമ്പിള്ളെ ചെരുപ്പ് വെക്കുന്നത് വെച്ച് ഇവരെ എടുത്ത് ചാടിയതാണെന്ന് കാണിക്കാൻ വേണ്ടി എന്നെ കണ്ടാൽ കിണ്ണം കട്ടവനാണോ എന്ന് തോന്നുന്ന പോലെ ഇങ്ങനെ ഓരോരോ ഇതുണ്ടാക്കുകയാണ്. മനസ്സിലായില്ലേ? തെളിവുകൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ തെളിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെരുപ്പ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവരെ കൊന്ന് അതിനകത്ത് തള്ളി കായലിനകത്ത്. ആ പാമ്പിടിച്ച് വരുമ്പോഴേ അവരുടെ മക്കളൊക്കെ ജീവിച്ചിരിക്കൊണ്ട് ആയിരിക്കും. എന്തുവാണെന്ന് നമുക്കറിയത്തില്ല. ഒരാണും ഒരു പെണ്ണുമായിരുന്നു എന്നാണ് തോന്നുന്നത്. നല്ല പിള്ളേർ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവര് ബീഫാം ഒരാളെ എന്റെ ഇതില് ബീഫാം പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കഥയൊക്കെ നടന്ന സംഭവം. ഇവരുടെ ഒരു സൗദാമി എന്ന് പറയുന്ന അമ്മയുണ്ട്. സാറമ്മ എന്നാണ് വിളിക്കുന്നത്. അവരുടെ ടീച്ചറായിരുന്നു. അവരുടെ വീട് നല്ല വെല്ലോഫാണ്. നല്ല പൈസക്കാര്. ഒരു കുഴപ്പമില്ല. ഈ അണ്ണന്റെ ഒരു കല്യാണം കഴിച്ചു. ചേട്ടന്റെ പേരെന്തുവായിരുന്നു എനിക്ക് പേരറിയായിരുന്നു. ആർട്ടിസ്റ്റാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി ഇതെല്ലാം വരയ്ക്കുന്നതൊക്കെ പഠിച്ച ഒരാളാണ്. നല്ലപോലെ വരയ്ക്കും. ഈ ചേട്ടന്റെ അമ്മ ഇതുപോലെ തന്നെ ഒരു എന്റെ അച്ഛൻ മരിച്ച വർഷം 90 ഫെബ്രുവരി 26 അവർ മരിക്കുന്നത്. ആ സ്ത്രീ മരിക്കുന്നത്. ഈ സൗദാമി എന്ന് പറയുന്ന അമ്മ. അപ്പം ആ അമ്മയുടെ മൂത്ത മകനാണ് ഈ ചേട്ടനെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി വരയ്ക്കാനൊക്കെ പഠിച്ച് നല്ല നമ്മൾ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ വരയ്ക്കും. അത്ര നല്ല കഴിവാണ്. ഈ രാജാരവിവർമ്മയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ചേട്ടനെ ഇതുപോലെ കല്യാണം ഒരു പെണ്ണുപിള്ള കഴിച്ചു. ഒരു മോനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കേൾക്കുന്നത് ഇതുപോലെ ചെരുപ്പ് കുളക്കരയിൽ ഇരുന്നാണ് പറയുന്നത്. രാത്രിയിൽ കുളക്കരയിൽ പോകേണ്ട കാര്യം എന്തുവാ? വൈദ്യുതി ഇതൊക്കെ ഉള്ളപ്പോൾ രാത്രിയിൽ എന്തിനാണ് കുളക്കരയിൽ പോകേണ്ടത്? രാത്രി പാതിരാത്രിക്ക് കുളക്കരയിൽ പോയെന്ന് പറഞ്ഞത് കൊന്നിട്ട് കുളത്തിട്ട് ഇട്ട്. അത് 2. പിന്നെ തവാൻ എന്ന് പറയുന്ന ഒരാള്. അതെന്ന് പറഞ്ഞാൽ ഇവരെ ഇതുപോലെ ഒരു വേറൊരു ചേട്ടത്തി. ആ ചേട്ടത്തിയെ പുല്ലുവളങ്ങരെ തന്നെ ഓടിട്ട വീടെന്ന് പറഞ്ഞോണ്ടൊരു അന്ന് ആ വീടായിരുന്നു വലുതെന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെ വീട്ടുപേരാണ് ഓടിട്ട വീട്. അപ്പൊ അന്നത്തെ വലിയ വീടാണ്.
അപ്പൊ വേറുള്ള വീടുകളൊക്കെ ചെറ്റ കുടിലുകളായിരുന്നപ്പോ ആ വീട് വലിയ വീടായിരുന്നു. അങ്ങനെയാണ് ഓടിട്ട വീട് എന്നുള്ള പേര് വന്നത്. മുഴങ്ങോടിക്കാവ് അമ്പലം എന്നാണ്, ആ അമ്പലത്തിന്റെ അവിടെയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അന്വേഷിക്കാം. അപ്പൊ ഈ ചെറുക്കനെ ഇതുപോലെ ഗൾഫിലൊക്കെ പോയി ജോലിക്ക് പോകത്തില്ലെന്നാണ് പറയുന്നത്. ഈ ചെറുക്കൻ സവാൻ എന്നാണ് അങ്ങനെയുള്ള പേര്. ഒരു ഫാമിലിക്ക് വരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇതുപോലെ മനസ്സൊക്കെ മാറ്റി പല രീതിയിൽ കൊണ്ടുവന്ന് ട്രാപ്പിലാക്കി ഇവന്മാർ ഈ സ്വത്തൊക്കെ പിടിച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങേരെ ജോലിക്കൊന്നും പോലെ പിന്നെ ഇതൊക്കെ ഇങ്ങനെ വന്ന് എന്നിട്ട് ഇവർ കല്യാണം കഴിച്ച് ആ പെണ്ണിനെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ പെണ്ണിനെ ഇതുപോലെ വേറെ ഏതോ അവന്മാരെ എല്ലാം കൊണ്ട് വടകി അവളെ അടിച്ചുകൊണ്ട് പോയി. അപ്പൊ അങ്ങനെ ഈ ചേട്ടന്റെ അമ്മ മരിച്ചു. ഈ ചേട്ടൻ നന്നായി. എന്നിട്ട് കുറെ നാൾ കഴിഞ്ഞപ്പം ഇങ്ങനെ കേൾക്കുന്നു കെട്ടി തൂങ്ങി നിൽക്കുന്നെന്ന്. കാണുന്നില്ല. അങ്ങനെ ആളുകൾ അന്വേഷിച്ച് ഫോൺ എടുക്കുന്ന അന്വേഷിച്ച് കഴിയുമ്പോഴാണ് കെട്ടി തൂങ്ങി നിൽക്കുന്ന കഥകൾ. പിന്നെ ഒരെണ്ണം ഒരു സാമിനി എന്നാണ് അവരുടെ പേര്. അത് കല്ലടക്കാരിയാണ്. കല്ലട കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ്. അപ്പൊ എന്തുവാണ് അവരുടെ മൂത്ത മോന് ഭയങ്കര വിളക്കാണ്. ഇളയ മോനെ ഇതുപോലെ അവരുടെ വീട്ടിലൊന്നും കേൾക്കത്തില്ല. ഭയങ്കര ഇതാണ്. ഏതൊക്കെയോ അമ്പലങ്ങളിൽ പൂജ ചെയ്ത് ജീവിക്കുകയാണ് ആ പയ്യൻ. ഈ മൂത്താനെന്ന് പറയുന്നത് ഭയങ്കര ശല്യമായിരുന്നു. ഈ സൗദാമിനി എന്ന് പറയുന്ന സാമിനിയോ ഏതായാലും അവരിവിടൊക്കെ വന്ന് നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുമായിട്ട് പിണങ്ങിയിട്ട് ഭയങ്കര ഉപദ്രവമായിരുന്നു അവനെ. അതുപോലെ ആ പെണ്ണുപിള്ള ഇതുപോലെ ഇവരുടെ ചേർത്തിയാണ് അവര്. ഈ കൽപ്പകവല്ലി എന്നൊക്കെ ഈ സുബ്രഹ്മണ്യന്റെ ഭാര്യയുടെ ബന്ധുക്കളുടെ കാര്യങ്ങളായി പറയുന്നത്. അവരെ ഇതുപോലെ കൊന്നിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച്, അത് നമ്മുടെ ഇവരുടെ തന്നെ ഒരു വേറൊരു റിലേറ്റീവ് ആണ് നമ്മളോട് പറഞ്ഞത്. പ്രിയാന്നാണ് അവരുടെ പേര്. അവളെ ഇതുപോലെ പല രീതിയിൽ നോക്കി. അവള് ഒരു മോളായിരുന്നു. ഇവള് ഈ കൽപ്പകവല്ലി എന്ന് പറയുന്നവള് അവളുടെ അച്ഛനെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടത്തിയുടെ ഭർത്താവിനെ വെച്ചോണ്ടിരിക്കുക. ഇവള് കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടത്തിയുടെ ഭർത്താവിന്റെ കൂടെ ഈ പറയുന്ന വലിയ എന്താണ് പറയുന്നത്, വലിയ പതിവ്രത രത്നമായ ഈ കൽപ്പകവല്ലി എന്ന് പറയുന്നവള് ഇതുപോലെ അയാളെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അയാള് ഇവളുടെ ചേട്ടത്തി ഇല്ലാതായിരുന്നു ഇവിടെ കാണാൻ വരുന്നത്. ഇവിടെ ഭോപ്പാലിൽ ഇവൻ വരികയായിരുന്നു. അയാളുടെ പേര് ഗോപി എന്നാണ്. ഇവൻ ജീവിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് പറയുന്നത്. എന്നാലും ആ പെണ്ണ് പ്രിയ എന്ന് പറയുന്ന അവളെ ഇവളാ നോക്കിയത്. ഈ 11